നമ്മുടെ വീട്ടിലെ കാന്താരി മുളക് ഇതുപോലെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുകയാണോ? എങ്കിൽ തീർച്ചയായും ഈ ഫെർട്ടിലൈസർ നിങ്ങൾ കൊടുക്കണം. ഇതുമാത്രമല്ല, നിങ്ങളുടെ കാന്താരി മുളകിന് കുരുടിപ്പ് പോലെയുള്ള അസുഖങ്ങൾ വരാറുണ്ടോ? ഈ ഫെർട്ടിലൈസർ നമ്മുടെ ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ നിറയെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് കായപ്പൊടിയാണ്. നമുക്ക് 1 സ്പൂൺ കായപ്പൊടി എടുക്കാം. കായപ്പൊടി എടുത്തപ്പോഴേക്കും അത് കട്ട പിടിച്ചു. അത് സാരമില്ല, നമുക്ക് അത് പൊട്ടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കായമാണ് ഉള്ളതെങ്കിൽ കായം എടുത്താലും മതി. കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിരുന്നാൽ അത് ശരിയാകും. കട്ട ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ അത് പൊടിഞ്ഞ് വരത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. കായം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പ്രെയറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണിന് 1 ലിറ്റർ വെള്ളം എന്നതാണ് കണക്ക്. നമുക്ക് ഇലകളിൽ നന്നായി സ്പ്രേ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അരിച്ചെടുക്കുന്നു. ഇനി നമ്മൾ ഈ സ്പ്രെയറിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഇത് 1 ലിറ്ററിൻ്റെ ക്യാനാണ്. ഇനി ഈ കാന്താരിയുടെ ഇലകൾ നന്നായി നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാന്താരി നടുമ്പോൾ അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വേണം നടാൻ. എങ്കിൽ മാത്രമേ നമ്മൾ ഏത് വളം ചെയ്താലും അത് നന്നായി പൂക്കുകയും കായ്ക്കുകയുമുള്ളൂ. ഇപ്പോൾ ഈ കാന്താരി മുളക് നന്നായി പൂത്തു നിൽക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പൂവെല്ലാം കായായി മാറുന്നതാണ്. അതുമാത്രമല്ല, ഇതുപോലെ ഇലകളൊക്കെ നുള്ളിക്കൊടുക്കുക. ഇലകളൊക്കെ നുള്ളിക്കൊടുക്കുകയാണെങ്കിൽ ശിഖരങ്ങൾ ധാരാളം ഉണ്ടാകും. ഇവിടെ നിൽക്കുന്ന ഒരു ചെറിയ കാന്താരി, അത് ചാക്കിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗവും ഇതുപോലെ നുള്ളിക്കൊടുക്കുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ വേറെ 2-3 മുളകും കൂടി നിൽപ്പുണ്ട്. അതിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൽ അത്യാവശ്യം കുറച്ച് കാന്താരി മുളക് നിൽപ്പുണ്ട്. മഴ ആയപ്പോൾ കാന്താരി കുറഞ്ഞതാണ്. ഇതിനെ കൂടാതെ മറ്റൊരു കാന്താരി മുളകും കൂടി ഉണ്ട്. അതിലും ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇലകളിൽ മാത്രമല്ല, അതിൻ്റെ ചുവട്ടിലും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ കാന്താരി കവറിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഇത് ഗ്രോ ബാഗാണ്. ഇലകളിൽ ഒഴിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇനി മറ്റൊരു ഫെർട്ടിലൈസറും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് മുട്ടത്തോട് പൊടിച്ച് വെച്ചിരുന്നതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പൊടിച്ച് വെച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇടുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ച് തേയിലക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നു. സാധാരണ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒന്നാണ് ഈ തേയിലയും മുട്ടത്തോടും. ഇത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ ചെടികൾക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടി നമ്മൾ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നു. നിങ്ങളുടെ മുളകിന് ഏത് ഫെർട്ടിലൈസറാണ് കൊടുക്കാറുള്ളത് ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാം തരത്തിലുള്ള മുളകാണ് ഉള്ളത് എന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ മുളകിൻ്റെ ചുവട് നന്നായി നമ്മൾ ഇളക്കി കൊടുക്കുന്നു. അവിടെ കുറച്ച് മെറ്റലൊക്കെ കിടക്കുന്നുണ്ട്. അതാണ് കൂടുതൽ ഇളക്കാൻ കഴിയാത്തത്. ഇനി ഒരു 5-6 സ്പൂൺ വളം നമ്മൾ ഇതിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുക്കുന്നു. ചുറ്റിനും ഇട്ട് കൊടുത്ത ശേഷം അത് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ ചാനൽ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ് കൂടി ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.